അസം ഒരു രൂപകമാണ്. മുസ്ലിം വിരുദ്ധതയുടെ രാജ്യത്തെ ഏറ്റവും വലിയ പരീക്ഷണശാലയായി അവിടം മാറിക്കഴിഞ്ഞു. പഴയ ഗുജറാത്ത് പോലെ. പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്തുപോയ 28 മിയാ മുസ്ലിങ്ങളെ തടങ്കൽ പാളയത്തിലേക്ക് മാറ്റിയതാണ് അസം ഭരണകൂട പരീക്ഷണങ്ങളിൽ നടത്തിയ ഏറ്റവും അവസാനത്തെ നടപടി. FTS എന്ന കേന്ദ്ര ഫോറിനേഴ്സ് ട്രിബ്യൂണൽ വിധിയെ തുടർന്നാണ് നടപടി. ബംഗാളി മുസ്ലിങ്ങളായ അവർ ഇന്ത്യക്കാരെന്നതിന് രേഖയില്ലെന്ന് ട്രിബ്യൂണൽ. 9 സ്ത്രീകളും 19 പുരുഷന്മാരുമടക്കം 28 പേരെ ഗോൽപാറ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റി. ആ മനുഷ്യരുടെ കരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് മുഴങ്ങിക്കേട്ട വേദനിപ്പിക്കുന്ന ശബ്ദം. നിയമവിരുദ്ധ കുടിയേറ്റം കണ്ടെത്താൻ 2019 പൗരത്വ രജിസ്റ്റർ അസം നിർബന്ധമാക്കി. ഇത് പ്രകാരം വ്യക്തികളോ മുൻ തലമുറയോ 1971 മാർച്ച് 24 മുൻപ് അസമിൽ താമസിക്കുന്നവരോ രേഖാപ്രകാരം എത്തപ്പെട്ടവരോ ആയിരിക്കണം. അരക്ഷിതവും സംഘർഷഭരിതവുമായ ജീവിതം നയിച്ച വടക്ക് കിഴക്കിന് 1-2 തലമുറയ്ക്കപ്പുറം എന്ത് രേഖ കയ്യിൽ സ്വന്തമായുണ്ടാകും? ഇതാണ് ചോദ്യം. ഹൈദരാബാദ് MP അസദുദ്ദീൻ ഒവൈസി പറഞ്ഞ പോലെ പൗരത്വ ഭേദഗതി ഇങ്ങനെ നടപ്പാക്കിയാൽ ഇന്ത്യൻ തെരുവിലെ കരച്ചിലിന്റെ അല ഇനിയും ഉയരും. മദ്രസ അംഗീകരിക്കുന്ന വിവാഹം അസാധുവാക്കി. മുസ്ലിം വിവാഹങ്ങൾ പുരോഹിതർ അംഗീകരിച്ചാൽ പോരാ, രജിസ്ട്രേഷൻ വന്നു. ഖാസി സമ്പ്രദായ പ്രകാരം അസം മുസ്ലിങ്ങൾ കാലങ്ങളായി പിന്തുടരുന്ന രീതി തടഞ്ഞു. ഉഭയകക്ഷി സമ്മതപ്രകാരമല്ലാത്തതും ശൈശവ വിവാഹവും തടയുകയാണ് ലക്ഷ്യമെന്ന് ഹിമന്ത. ശരി, പക്ഷേ ആധാർ കാർഡ് അപേക്ഷകർ ഇനി ദേശീയ പൗരത്വ രജിസ്റ്റർ അപേക്ഷയുടെ നമ്പർ കൂടി സമർപ്പിക്കണം. അതാണ് ഹിമന്തയുടെ ട്രംപ് കാർഡ്. ആധാർ അപേക്ഷകരുടെ എണ്ണം ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. അനധികൃത കുടിയേറ്റം തടയണം, ഹിമന്ത പറയുന്നു. അസം വിധാൻസഭയിൽ മുസ്ലിം MLA-മാർക്ക് പതിറ്റാണ്ടുകളായി ലഭിച്ചിരുന്ന നിസ്കാര ഇടവേള നിർത്തി. സഭാപ്രവർത്തനത്തിന് സമയം ലാഭിക്കാനെന്ന് ന്യായം. 1937 കൊണ്ടുവന്ന കീഴ്വഴക്കം സ്പീക്കർ വിശ്വജിത് വെട്ടി. അതിനിടെ മുട്ടിന് ഹിമന്തയുടെ ഒടുങ്ങാത്ത മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങളും. ഒരു NGO-യുടെ സോഷ്യൽ ഓഡിറ്റ് ഇങ്ങനെയാണ്: 5 വർഷമായി ഹിമന്ത നടത്തിയ 98% പ്രസംഗവും മുസ്ലിം വിരുദ്ധമാണ്. NDA ഘടകകക്ഷികൾ പോലും ഇത് അംഗീകരിക്കും. ഇതര മതങ്ങളോട് മര്യാദ കാണിക്കാൻ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട്. JDU-വിന്റെ മുതിർന്ന നേതാവ് KC ത്യാഗി പറഞ്ഞു. ഭരണഘടനാ തത്വം ഹനിക്കുന്നത് തെറ്റാണ്. LJP നേതാവ് രാജു തിവാരി. ഹിമന്തയുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ടത് വെള്ളപ്പൊക്കക്കെടുതിയും ദാരിദ്ര്യവും ഇല്ലാതാക്കാനാണ്. മുസ്ലിം വിരുദ്ധ ബില്ല് പാസാക്കുന്ന സർക്കാർ കാമാഖ്യ ക്ഷേത്രത്തിലെ മൃഗബലി നിരോധിക്കുമോ? JDU നേതാവ് നീരജ് കുമാർ. ഇങ്ങനെ നിരവധി പ്രതികരണങ്ങൾ. ജാർഖണ്ഡ് സർക്കാർ ഹിമന്തയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിപ്പെട്ടിരിക്കുകയാണ്. വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നുവെന്നാണ് പരാതി. പക്ഷേ വിദ്വേഷത്തിന് കുറവില്ല. ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ബില്ലും നിയമവും നടപടികളും നിലയ്ക്കുന്നുമില്ല. ഒരു മതേതര രാജ്യത്തെ ചില വിഭാഗങ്ങളുടെ ദുരനുഭവത്തിലൂടെ കണ്ണോടിച്ചാലുള്ള കാഴ്ചകൾ വേറെയാണ്. ന്യൂനപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായി അസം മാറുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
വിഘടനവാദം ദുരിതം വിതച്ച മേഖല വർഗീയ സംഘർഷത്തിൻ്റെ ഭൂമി കൂടിയായിരിക്കുന്നു. നോർത്ത് ഈസ്റ്റ് പുകയുകയാണ്.